again, welcome back to Zion Morning. Welcome back to our English class. So, മക്കളെ നമുക്കറിയാം തിരക്ക് പിടിച്ച സമയമാണ്. We all are in hurry because എക്സാമിന്റെ സമയമാണ് അല്ലേ. ഓക്കെ, അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ രഞ്ജിസ് മാജിക് ബാറ്റ് എന്ന് പറയുന്ന നമ്മുടെ പാഠം, രഞ്ജിസ് മാജിക് ബാറ്റ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു പാഠം എന്താണ് ആക്ച്വലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠമാണ് അല്ലേ. അതിൽ ഒരുപാട് ഡിസ്കോസസ് ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് ചോദിക്കാറുണ്ട്. ആൻഡ് നമുക്കറിയാം ആ ഒരു പാഠത്തിലെ കമന്ററി എന്ന് പറയുന്നത് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ് ഇത് കമന്ററി റൈറ്റിംഗ്. നമ്മുടെ പാഠത്തിൽ തന്നെ എന്തുണ്ട്, 2 ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ. അപ്പൊ നമ്മൾ ഇന്ന് ആക്ച്വലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു കമന്ററി എഴുതുക, എങ്ങനെയാണ് ഒരു ഫീഡ്ബാക്ക് നമ്മൾ കൊടുക്കുക അല്ലെ. ഒരു ഗെയിം നമ്മൾ മാച്ച് ചെയ്യുന്ന സമയത്ത്, ഗെയിം നമ്മൾ വാച്ച് ചെയ്യുന്ന സമയത്ത് ഹൗ ക്യാൻ വി ഗിവ് എ കമന്ററി ബേസ്ഡ് ഓൺ ദ പെർഫോമൻസ്, ബേസ്ഡ് ഓൺ ദ സൂപ്പർ പെർഫോമൻസ് എന്നുള്ളത് ഈ ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പഠിക്കാം. ഓക്കെ, സോ ബിഫോർ ബിഗിനിങ് ദാറ്റ് ലെറ്റ് മീ റിമൈൻഡ് യു സംതിങ് എൽസ്. ഞാൻ വേറൊരു കാര്യം ഇവിടെ മിസ് ഒന്ന് റിമൈൻഡ് ചെയ്തോട്ടെ നിങ്ങളെ. ആക്ച്വലി ഇറ്റ് ഈസ് എന്താണ് അബൌട്ട് അവർ യോധ ബാച്ച് അല്ലേ. നമ്മുടെ യോധ ബാച്ചിനെ കുറിച്ചുള്ള ഒരു റിമൈൻഡിങ് ആണ്. ഓക്കെ, എന്താണ് യോധ ബാച്ച്? ഓഫ് കോഴ്സ് നിങ്ങൾ അവഞ്ചേഴ്സ് ആണെങ്കിൽ നമുക്ക് 8ാം ക്ലാസ്സിൽ നമ്മുടെ കുഞ്ഞുങ്ങളാണ് ആരെ, നമ്മുടെ യോധ ബാച്ച് എന്ന് പറയുന്നത്. അപ്പൊ യു ഗൈസ് ആർ ഇൻ അവഞ്ചേഴ്സ് നൗ. നെക്സ്റ്റ് യു ആർ ഗോയിങ് ടു ബി ഏതാണ്, യോധ ടീമാണ് നിങ്ങൾ. അപ്പൊ നോക്ക്, ആസ് യൂഷ്വൽ നിങ്ങൾക്ക് അറിയാലേ നമ്മൾ ഈ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ നമ്മുടെ 7th സ്റ്റാൻഡേർഡിൽ നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയിരുന്നു സൈലം ലേണിംഗ് ആപ്പ് എന്നുള്ളത്. നമ്മൾ യൂട്യൂബ് കണ്ടിട്ട് പഠിക്കുന്ന മക്കളുണ്ട്, അതേപോലെ നമ്മുടെ ആപ്പ് പർച്ചേസ് ചെയ്ത് എല്ലാ ദിവസവും നമ്മുടെ സ്കൂൾ പോലെ അല്ലെങ്കിൽ നമ്മൾ റെഗുലർ ആയിട്ട് നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, ആപ്പ് പർച്ചേസ് ചെയ്യുന്നത്. അതാണ് എന്താ ഇവിടെ നിങ്ങൾക്ക് 8ാം ക്ലാസ്സിൽ നിങ്ങളുടെ ബാച്ച് യോധ ബാച്ച് ആണ്. ഇവിടെ നിങ്ങൾക്ക് അറിയാം ഇപ്പൊ എന്താണ് ഓഫർ നടക്കുന്ന സമയമാണ് നമ്മുടെ സാലം എജു ഫെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫെസ്റ്റ് ടൈമാണ്. അതിൽ നിങ്ങൾക്ക് എന്തുണ്ട്, 10% ഓഫർ ഉണ്ട്. ഏറ്റവും എന്താ പറയുക, ഏറ്റവും ഈസി ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും വളരെ എന്താ പറയുക ലാഭകരമായിട്ടുള്ള ഒരു ഓഫറാണ് മക്കളെ നിങ്ങൾക്ക് ഇത്. ഓക്കെ, പിന്നെ എപ്പോഴും നിങ്ങൾ എന്താണ് ഹൈസ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ UP എന്തിൻ്റെയും ഒരു ബിഗിനിങ് ആവട്ടെ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും നമുക്ക് പഠിക്കാൻ എന്തുണ്ടാകണം, ഒരു മെൻറ്റർ ഉണ്ടാവണം, നമുക്കൊരു ഗൈഡ് ഉണ്ടാവുന്ന എപ്പോഴും നല്ലതാണ്. ഓക്കെ, അക്കാഡമിക്സിലായാലും എന്തിലായാലും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് നിങ്ങൾ നമ്മുടെ നമ്പർ കാണുന്നില്ലേ, നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ് അതിലുള്ളത്. എന്നാലും വെൻ യു കം ടു 8th സ്റ്റാൻഡേർഡ്, നിങ്ങൾ 8ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ കൂടുതൽ എന്താണ് നിങ്ങൾക്ക് അതിലുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് ഈ നമ്പറിലേക്ക് നിങ്ങളൊന്ന് വിളിക്കണം. ഓക്കെ, ഒരു വിളിയല്ലേ, നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ പാരൻസിനോട് ഒന്ന് ജസ്റ്റ് പറയുക, ഒന്ന് ഇതിലേക്കൊന്ന് വിളിച്ചു നോക്കാം, നമുക്കൊന്ന് അറിയാലോ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്യണം. 9995400800 എന്ന് പറയുന്ന ഈ നമ്പർ നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം. നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്ത് എന്ത് ചെയ്യണം, എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു. ഒരു വിളിയല്ലേ അല്ലേ, അതിന് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ഒന്ന് വിളിച്ചു നോക്കാൻ പറയാ, ബാക്കി കാര്യങ്ങളൊക്കെ എന്താണ് അവർ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. Now come back to our topic. The topic is writing commentary. നമ്മൾ കമന്ററി എഴുതുന്നതിനെ കുറിച്ചാണ് നമ്മുടെ ടോപ്പിക് അല്ലേ. ഇവിടെ നോക്കുക, can you make some crisp comments on Renji's wonderful performance അല്ലേ. രഞ്ജിയുടെ കിടുക്കാച്ചി പെർഫോമൻസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കമന്ററി അല്ലെ കമന്റ്സ് എന്താണ് നിങ്ങൾക്ക് പാസ് ചെയ്യാനുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ എങ്ങനെയാണോ കമന്റ്സ് എഴുതുക, ഓക്കെ, നമ്മൾ എങ്ങനെയാണോ കമന്റ്സ് എഴുതുക ഒന്ന് നോക്കൂ. ഇവിടെ നമുക്ക് ഒരാളുടെ ഏറ്റവും നല്ല പെർഫോമൻസിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ രഞ്ജിയുടെ ബെസ്റ്റ് പെർഫോമൻസിനെ കുറിച്ച്, ക്രിക്കറ്റ് ആണല്ലേ ഗെയിം, നോക്ക് നമുക്ക് ഇങ്ങനെയൊക്കെ എഴുതാം. He did not play the situation. He did not play the situation. What did he do? He dictated it from one ball. He was dictating that from one ball. എന്ന് നമുക്ക് സൂപ്പർ ആയിട്ട് എഴുതിക്കൂടെ. ഇനി നോക്ക്, നെക്സ്റ്റ് വൺ നോക്ക്, നിങ്ങൾ അടുത്തത് നോക്കുക. He does not clear the ropes. എന്താണ് ഗ്രൗണ്ടിലുള്ള എന്താണ് കയറുകളൊന്നും ക്ലിയർ ആക്കല്ല, 4 ഒന്നും അടിച്ചിട്ട്. He makes the boundary look small. പുള്ളി എന്താണ് ബൗണ്ടറി തന്നെ എന്താണ് ചെറുതാക്കി കളഞ്ഞു, കൊച്ചാക്കി കളഞ്ഞു. ഈ ബൗണ്ടറി ഒന്നും പുള്ളിക്കൊരു എന്താണ് വിഷയമേ അല്ല എന്നുള്ള രീതിയിൽ നമ്മൾ പറയുകയാണ്. മൂന്നാമത്തെ നോക്കുക, a historic game that put the cricketing world on notice. Oh my god, it was a historic game. ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ തന്നെ എന്താണ് ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു ഗെയിം ആയിരുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാം, കമന്റ് അടിക്കാം. ഇനി നെക്സ്റ്റ് നോക്കുക, he played like a veteran in a teenage ബോഡി. ഓ മൈ ഗോഡ്, നമുക്കറിയാം നമ്മുടെ എന്താണ് രഞ്ജി വലിയ വയസ്സൊന്നുമില്ല, ആള് പയ്യനാണ് അല്ലേ. പക്ഷെ അവൻ എന്താണ്, ഹി ആക്ടഡ് ലൈക്ക് അല്ലെങ്കിൽ ഹി പ്ലേഡ് ലൈക്ക് എ വെറ്ററൻ പ്ലെയർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള അനശ്വരമായിട്ടുള്ള എന്നൊക്കെ നമ്മൾ പറയുന്നത് ഒരുപാട് വലിയ അല്ലേ, നമ്മളെപ്പോഴും വെറ്ററൻ ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസ് എന്നൊക്കെ പറയും. അതെന്താണ്, അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള, പഴക്കമുള്ള, അത്രയും അനുഭവ സമ്പത്തുള്ള എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, രഞ്ജി എന്താണ്, ഓ മൈ ഗോഡ്, ഹി പ്ലേ ലൈക്ക് എ വെറ്ററൻ ഇൻ എ ടീനേജേഴ്സ് ബോഡി. ആൾ ഇത്തിരിയേ ഉള്ളൂ, പക്ഷെ
എന്താണ് ഗെയിം എന്ന് പറയുന്നത്, കളിക്കാനുള്ള സ്കിൽ എന്ന് പറയുന്നത് ലൈക്ക് എ വെറ്ററൻ പ്ലെയർ. നെക്സ്റ്റ് നോക്ക് നിങ്ങൾ, ഐസ് ഇൻ ദ വെയിൻസ്, ഫയർ ഓൺ ദ പേജ് അല്ലെ, ഐസ് ഇൻ ദ വെയിൻസ്. പക്ഷെ പിച്ചിൽ എന്താണ്, ഗ്രൗണ്ടിൽ എന്താ നമ്മൾ കണ്ടത്, ജസ്റ്റ് ഫയർ ഓൺലി വി കുഡ് സീ. നെക്സ്റ്റ് നോക്കുക, 100 reasons to watch and he just gave us the best one. എൻ്റെ പൊന്നോ, 100,000 കാര്യങ്ങളുണ്ട് കാണാൻ, പക്ഷെ എന്താണ് എപ്പോഴും എന്താണ്, ഹി ഈസ് ഗിവിങ് ജസ്റ്റ് ദ ബെസ്റ്റ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമുക്ക് നമ്മുടെ രഞ്ജി തരുന്നുള്ളൂ. സോ ഇങ്ങനെ നമുക്ക് എഴുതിക്കൂടെ, വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വലി 1 2 3 4 5 6 പോയിന്റ്സ് നമ്മൾ എഴുതി. ഇതിൽ എൻ്റെ നിങ്ങൾക്ക് ഏറ്റവും ഓർത്ത് വെക്കാൻ എളുപ്പമുള്ള 5 പോയിന്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്ത് വെക്കാം. 5 പോയിന്റ് റിമൈൻഡ് ചെയ്ത് വെക്കണം. ഓക്കെ, so ഇനി നോക്ക് നിങ്ങൾ നെക്സ്റ്റ് വൺ. ഇമാജിൻ യുവർ ഫ്രണ്ട് ഹാസ് ബീൻ സെലക്ടഡ് ആസ് ദ ബെസ്റ്റ് ആക്ട്രസ് ഇൻ ദ ഇന്റർ സ്കൂൾ ഡ്രാമ കോൺടെസ്റ്റ്. കൺഗ്രാറ്റുലേറ്റ് ഹർ യൂസിങ് ക്രിസ്പ് കോമൻസ് അല്ലേ. എന്താണ് നിങ്ങളുടെ ഫ്രണ്ട് എന്താണ്, ഷി ഹാസ് ബീൻ സെലക്ടഡ് ആസ് ദ ബെസ്റ്റ് ആക്ട്രസ് അല്ലേ, അവൾ ബെസ്റ്റ് ആക്ട്രസ് ആയി. അപ്പോൾ അവളെയും നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു കൺഗ്രാറ്റുലേറ്റ് ഹർ യൂസിങ് ക്രിസ്പ് കോമൻസ് അല്ലേ. എങ്ങനെയാണ് നമ്മൾ ഇതിനെ കമൻറ്റ് ചെയ്യുക, ഇവിടെ ആക്ടിങ് ആണ്, ആക്ട്രസ് ആണ്, എന്താണ് നമ്മുടെ ഒരു സ്പോർട്സ് അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി അഭിനയമാണ്, അഭിനയമാണ് മക്കളെ, കഴിവില്ലേ, നടനമാണ്, അഭിനയമായിട്ട് മാറി ഇവിടുത്തെ ടോപ്പിക്. എങ്ങനെ നമ്മൾ എഴുതും, എങ്ങനെയാണ് നമ്മൾ എഴുതാം, എങ്ങനെ നോക്കാം, നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും നമുക്കൊന്ന് നോക്കിയാലോ. ജസ്റ്റ് നോക്ക്, ഫസ്റ്റ് വൺ എന്താ, ദിസ് ഇസ് സച്ച് എൻ ഇൻക്രെഡിബിൾ അച്ചീവ്മെന്റ്. നമുക്ക് അവരോട് പറയാം എന്താണ്, ഓ മൈ ഡിയർ ഫ്രണ്ട്, യുവർ അച്ചീവ്മെന്റ് നോ ദാറ്റ് ഇസ് ഇൻക്രെഡിബിൾ ഡാ, യുവർ അച്ചീവ്മെന്റ് ഇസ് ഇൻക്രെഡിബിൾ മൈ ഡിയർ എന്നൊക്കെ നിങ്ങൾക്ക് എഴുതട്ടോ, നോ പ്രോബ്ലം. ഇപ്പൊ ഞാനിവിടെ പറയുന്നത് പോലെ വളരെ ഫോർമലായിട്ട് നമ്മൾ എഴുതുന്നില്ല. ഇഫ് ഇറ്റ് ഇസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്, നമ്മളവിടെ പറഞ്ഞു ഫ്രണ്ട് ആണെന്ന്, നമുക്ക് പറയാം ഓ മൈ ഡിയർ വാട്ട് എൻ ഇൻക്രെഡിബിൾ അച്ചീവ്മെന്റ് എന്ന് നിങ്ങൾക്ക് അത് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ദിസ് ഇസ് സച്ച് എൻ ഇൻക്രെഡിബിൾ അച്ചീവ്മെന്റ് എന്ന് പറയാം. സി നമുക്കതിന് നമ്മൾ ഒരു റിലേഷൻഷിപ്പ് വരുമ്പോൾ നമ്മളത് ഡൈവേർട്ട് ചെയ്യുന്ന കണ്ടോ. നെക്സ്റ്റ് നോക്കുക, യു ഓൺഡ് എവറി ഇഞ്ച് ഓഫ് ഇറ്റ്. ഓ മൈ ഗാഡ്, അതിൻ്റെ എല്ലാം എന്താണ്, അതായത് ആ ഒരു അച്ചീവ്മെന്റിന്റെ പൂർണ്ണ അവകാശം നീ തന്നെ നേടിയെടുത്തു കേട്ടോ. A well deserved win. Oh my dear friend, my dear, my darling, darling വേണ്ട എക്സാമിന്, my dear മതി. ഓക്കെ, my dear, a well deserved win അല്ലേ. എന്താണ്, നീ അർഹിച്ചിട്ടുള്ള ഒരു അംഗീകാരം തന്നെയാണ്, നീ അർഹിച്ച അംഗീകാരം തന്നെയാണ് ഇതിൽ. യു ഡിസേർവ്, നീ ഡിസേർവ് ചെയ്യുന്നുണ്ട്, നീ അത് അർഹിക്കുന്നുണ്ട് എന്ന് നമുക്കിവിടെ പറയാം. I knew you were good, but that performance was next level. I knew, hey, my friend, I knew that you were good. You are good, but that performance, no, that was next level, man. അത് ലെവൽ അപ്പ് അല്ലേ, വേറെ ലെവലായിരുന്നു നമ്മൾ പറയാറുണ്ട്. ദാറ്റ് വാസ് വേറെ ലെവൽ. സോ ലൈക്ക് ദാറ്റ് യു ക്യാൻ യൂസ് ദാറ്റ് ഹിയർ. നൗ നെക്സ്റ്റ് നോക്ക് നിങ്ങൾ, എ ട്രൂ സ്റ്റാർ ഇൻ ദ മേക്കിംഗ്. ഓ മൈ ഗോഡ്, വാട്ട് എവർ ദേ മേഡ്, യു വർ ദ ട്രൂ സ്റ്റാർ ഇൻ ദാറ്റ്. ഓക്കെ, അവർ എന്തൊക്കെ ഉണ്ടാക്കിയോ അതിൽ, അവർ എന്തെല്ലാം ക്രിയേറ്റ് ചെയ്തു നിന്റെ ടീമോ, ബട്ട് യു വർ ദ ട്രൂ സ്റ്റാർ. നീ ആയിരുന്നു മോളെ അതിൽ എന്ത് ട്രൂ സ്റ്റാർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കുക, യു ജസ്റ്റ് ഡിഡ് നോട്ട് പ്ലേ ദ ക്യാരക്ടർ, യു വർ ദ ക്യാരക്ടർ. എന്താണ്, നീ ജസ്റ്റ് എന്തല്ല ക്യാരക്ടറായിട്ട് അഭിനയിച്ചതല്ല, നീ ആയിരുന്നു ക്യാരക്ടർ. എൻ്റെ പൊന്നോ, നീ അഭിനയിച്ചതല്ല. നമ്മൾ എന്ത് പറയാറുണ്ട് മലയാളത്തിൽ, നീ ജീവിക്കായിരുന്നു നമ്മൾ പറയാറില്ലേ, ജീവിക്കായിരുന്നു ഒക്കെ നമ്മൾ പറയാറുണ്ട്. തകർത്ത് അഭിനയം, നമ്മൾ ചിലപ്പോൾ മമ്മൂട്ടിൻ്റെ ഒക്കെ പല സിനിമകൾ കണ്ടിട്ട് പറയാറുണ്ട്, മമ്മൂട്ടി ഇത് അഭിനയിച്ചതല്ല, മൂപ്പർ അതിലേക്ക് ജീവിക്കായിരുന്നു നമ്മൾ പറയാറുണ്ട്. സോ ഇറ്റ് ഈസ് എന്താണ്, യു വർ ദ ക്യാരക്ടർ. Now the next one എന്താണ്, യുവർ റേഞ്ച് ഇസ് ഇൻക്രെഡിബിൾ. പകരം വെക്കാൻ സാധിക്കാത്ത അത്രയും എന്താണ്, യു ആർ ഓൺ ദ ടോപ്പ് ലെവൽ. സോ ഇത്രയും പോയിന്റ്സ് ഒക്കെ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അതിൽ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, കമന്റ്സ് എഴുതുക. നമ്മുടെ കമന്റ്സ് വായിക്കുമ്പോൾ തന്നെ എന്താണ്, നമ്മുടെ ടീച്ചർ എന്ത് ചെയ്യണം, മാർക്ക് ഇങ്ങ് തന്നു പോകണം. ഓക്കെ, നമ്മുടെ കമന്റ്സ് വായിക്കുമ്പോൾ തന്നെ ദ ടീച്ചർ ഹാസ് ടു പുട്ട് മാർക്സ്. ഓക്കെ, നമ്മുടെ ടീച്ചർ ഇങ്ങനെ മാർക്ക് തന്നു പോകണം ഗൈസ്. ഓക്കെ, അത്രയും നല്ല പോയിന്റ്സ് എന്ത് ചെയ്യുക നമ്മൾ എഴുതുക. അപ്പം നിങ്ങൾ ഇതിലും എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് ഏറ്റവും ഇപ്പോൾ ഒരു പെർഫോമൻസ് ബേസ്ഡ് ആണ് കേട്ടോ ഇത്. പെർഫോമൻസ് ബേസ്ഡിൽ നിങ്ങൾക്ക് എന്ത് പറയാം, നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് ഡയലോഗ്സ് എന്ത് ചെയ്യാം, ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് തെറ്റിക്കാതെ ഏറ്റവും എളുപ്പമുള്ള ഡയലോഗ്സ് ഏതാണോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. എക്സാമിന് എന്ത് ചെയ്യുക, കിട്ടുകാച്ചിയാക്കി അങ്ങ് എഴുതുക. ഓക്കെ, ഇപ്പോൾ ഈ ടീച്ചറിന് കണ്ടങ്ങനെ മാർക്ക് ഇങ്ങനെ പറന്ന് വരണം നമ്മുടെ ആൻസർ ഷീറ്റിലേക്ക്. ഓക്കെ, സോ ഓൾ ദി വെരി ബെസ്റ്റ്. ആൻഡ് അഗെയിൻ ഐ എം റിമൈൻഡിങ് യു അബൌട്ട് അവർ യോദ്ധ, ബി യോദ്ധ. ഓക്കെ, എപ്പോഴും എന്താണ്, എല്ലാവരും യോദ്ധാക്കളാണ് അല്ലേ, നമ്മളൊക്കെ, ഞാൻ നിങ്ങളൊക്കെ എന്താണ്, വി ഓൾ ആർ യോദ്ധാക്കൾ. ഓക്കെ, സോ എന്താണ്, ഐ എം വെൽക്കമിങ് യു ഗൈസ് ടു അവർ യോദ്ധ ബാച്ച്. സോ എത്രയും വേഗം എന്ത് ചെയ്യാം, ആസ് ഐ സെഡ്, ഞാൻ മെൻഷൻ ചെയ്തതുപോലെ താഴെ കാണുന്ന ആ ഒരു നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും എന്താണ്, ഇറ്റ് വിൽ ബി ബെനിഫിറ്റിംഗ്. നമുക്കത് വളരെ ബെനിഫിറ്റ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്കത് വളരെ ഗുണകരമായിട്ടായിരിക്കും അല്ലേ. അപ്പം നമ്മളിങ്ങനെ വിളിക്കുമോ, ഇല്ലല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ എന്താണ്, നിങ്ങളെ ബെസ്റ്റ് ആക്കണം എന്ന ആഗ്രഹം ആർക്കുണ്ട്, സൈലത്തിനുണ്ട്, ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടല്ലേ ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങളെ വിളിക്കുന്നത്. അപ്പോൾ
എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ ഉടനെ ഓടിച്ചാടി ആ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക, നിങ്ങളെ പാരൻസിനെ കൊണ്ടൊന്ന് വിളിപ്പിക്കുക. ഗെറ്റ് ദ അഡ്മിഷൻ, ബി വിത്ത് us, we can enjoy together guys, let's enjoy together. Okay, okay, thank you so much.